കണ്ണുടെ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 3-ാം അധ്യായത്തിലെ മറ്റൊരു വെൺപായിലേക്ക് നമുക്കിനി പ്രവേശിക്കാം. പണ്ടേയുള്ള പഴക്കം എത്ര കഠിനം, കാൺമീലയോ കുക്കുടം കിണ്ടും പാറയിലും നിറഞ്ഞു കുമിയും ധാന്യത്തെയും വാസനയാൽ. അന്ധൻ കേൾ പക കൊണ്ടിരുന്നതൊളിയിൽ കൈവിട്ടിടാതെണ്ടതിൽ. ബന്ധം കാഴ്ചയിലും പകയ്ക്കും അരുളോട് ആത്മാവുമെന്നോർക്കടോ. അപ്പോൾ കഴിഞ്ഞ ജന്മം മുതലുള്ള വാസനകൾ നമ്മെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് കുമാരനാശാൻ ഒരു കവിതയിൽ പാടുന്നുണ്ട്: ജന്തുവിന് തുടരുന്നു വാസനാബന്ധമിങ്ങുടൽ വീഴുവോളവും. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാസനാബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വാസന ഒഴിഞ്ഞു പോയാലും ഈ വാസനയുടെ ആ സാമീപ്യം വാസന നശിച്ചതിന് ശേഷം കുറച്ചുണ്ടാകും. അതായത് ചന്ദനത്തിരി കത്തിക്കഴിഞ്ഞാലും ചന്ദനത്തിരിയുടെ ചാരം ഒരു നൂല് പോലെ ചന്ദനത്തിരി പോലെ കിടക്കും. അതേപോലെ വാസനാക്ഷയം സംഭവിച്ചു പോയാലും പിന്നെയും ഈ വാസനയുടെ ഒരു ചെറിയ കണിക അപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കും. അതിനെ ഒഴിവാക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ സത്യസാക്ഷാത്കാരം കിട്ടിയാലും വാസനയുടെ ആ സ്വഭാവത്തിൻ്റെ ചില കണികകളെങ്കിലും നമ്മളിൽ ശേഷിച്ചിരിക്കുമെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. വാസനയെ എത്ര പൂർണ്ണമായും ഇല്ലാതാക്കിയാലും പിന്നെയും ആ വാസനയുടെ സ്വഭാവവിശേഷങ്ങളിൽ ചില കണികകളെങ്കിലും നമ്മിൽ ശേഷിച്ചിരിക്കുമെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. നോക്കൂ, പണ്ടേയുള്ള പഴക്കം എത്ര കഠിനം, കാൺമീലയോ കുക്കുടം കിണ്ടും പാറയിലും നിറഞ്ഞു കുമിയും ധാന്യത്തെ വാസനയാൽ. ഏതുപോലെയെന്നൊരു അലങ്കാര ബിംബത്തിലൂടെ കണ്ണുടയ വള്ളലാർ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതായത് ഈ കോഴി ഭക്ഷണം കൊടുത്താൽ അത് ചികഞ്ഞിട്ടാണ് കഴിക്കുക. മണ്ണിലൊക്കെ കിടക്കുന്ന ഭക്ഷണങ്ങൾ അത് കാലുകൊണ്ട് അത് ചികഞ്ഞെടുക്കും, എന്നിട്ട് അത് കഴിക്കും. അതതിൻ്റെ ജന്മസ്വഭാവമാണ്, പണ്ടേ ഉള്ള സ്വഭാവമാണ്. എവിടെ ഭക്ഷണം കണ്ടാലും, പ്രത്യേകിച്ച് മണ്ണിലാണ് അത് അന്വേഷിച്ച് നടക്കുക. അപ്പോൾ മണ്ണിലത് കാലുകൊണ്ട് ചികഞ്ഞാണ് ഭക്ഷണം കണ്ടെത്തിയത് കഴിക്കുന്നത്. ഇതേപോലെ പാറപ്പുറത്ത് ഭക്ഷണം കൊടുത്തു എന്നിരിക്കട്ടെ, കോഴിക്ക് പാറപ്പുറത്ത് ഭക്ഷണം കൊടുത്തു എന്നിരിക്കട്ടെ, അപ്പോഴും അത് കാലുകൊണ്ട് ചെയ്യും. കാരണം എന്താ? അതിൻ്റെ മുൻജന്മ വാസന, അതിൻ്റെ പൂർവ്വ വാസനയനുസരിച്ച് അത് കാലുകൊണ്ട് ആദ്യം ചെയ്യും, അതിന് ശേഷം മാത്രമേ അത് ഭക്ഷണം കഴിക്കൂ. അതേപോലെയാണ് നമ്മുടെ അവസ്ഥയും. നമുക്ക് അരുൾബോധം കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് നാളത്തേക്കെങ്കിലും ഈ വാസനാബന്ധം നിലനിൽക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണമെന്നാണ് സാധകനോട് കണ്ണുടയ വള്ളലാർ പറയുന്നത്. അതായത് വാസനാക്ഷയം വന്ന് എല്ലാ അരുൾബോധവും തികവുറ്റ് നമുക്ക് അനുഭവപ്പെട്ടാലും ശിവബോധത്തിൽ നാം ലയിച്ചാലും നമ്മെ ചിലപ്പോഴെങ്കിലും വാസന അതിൻ്റെ പൂർവ്വ സംസ്കാരത്തിലേക്ക് പിടിച്ചു വലിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സാധകൻ കഴിയണം. അരുൾബോധം കിട്ടിയാലും സാധകൻ ജാഗ്രതയോടെ തന്നെ മനസ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. മനസ്സില്ലാതായാൽ പോലും ആ മനസ്സിൻ്റെ വാസനകൾ പിന്നെയും കുറച്ചെങ്കിലും അവശേഷിക്കും. അതുകൊണ്ട് അരുൾബോധം, അരുൾ സ്വരൂപത്തിൽ എത്തിച്ചേർന്നാലും സാധകൻ കുറേ നാളത്തേക്കെങ്കിലും ഈ വാസനകളെ നിയന്ത്രിക്കണമെന്നുള്ള, അല്ലെങ്കിൽ വാസനകളെക്കുറിച്ച് ബോധവാനായി വളരെ ജാഗരൂകനായിരിക്കണം. ജാഗരൂകനായിരുന്നില്ലെങ്കിൽ ഈ വാസനാബന്ധം അയാളെ വീണ്ടും പിന്തുടരും.
അരുൾബോധം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും താഴേക്ക് വീഴാൻ സാധ്യതയുണ്ടൊരു സാധകൻ. അരുൾബോധം കിട്ടി തികവുറ്റ് കഴിഞ്ഞാലും അയാൾ ചിലപ്പോൾ വീണ്ടും ജീവബോധത്തിലേക്ക് വീണു പോകാം. കാരണം വാസനകൾ അയാളെ പിടിച്ച് ജീവബോധത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെ കഴിയണം ഒരു സാധകൻ. അരുൾ സ്വരൂപത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും സാധകൻ വളരെയേറെ ജാഗ്രതയോടെ, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുക, ജാഗ്രത, വളരെ ജാഗ്രതയോടെ വേണം സമീപിക്കാൻ. ഈ ജാഗ്രത ഇല്ല എങ്കിൽ അരുൾബോധം കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ആ സാധകൻ വീണ്ടും ജീവബോധത്തിലേക്ക് വീണു പോയേക്കാം. അത്രയ്ക്ക് ശക്തമുള്ളതാണ് വാസന. അതിൻ്റെ നാരായ വേരറ്റാലും ഒരു തരി ബാക്കിയുണ്ടാകും. അത് വീണ്ടും കിളിർത്ത് മുളച്ച് വീണ്ടും ജന്മവാസനകളാൽ അത് സംസാരബന്ധത്തിലേക്ക് നയിക്കും. മായയുടെ ശക്തി അത്രയ്ക്ക് അപാരമാണെന്നാണ് പറയുക. അതുകൊണ്ട് സാധകൻ വളരെയേറെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധ എന്ന പദവും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നാം ശ്രദ്ധിക്കണം. ശ്രദ്ധ ഉണ്ടായിരിക്കണം. ആ ശ്രദ്ധ എങ്ങനെയുള്ളതായിരിക്കണം? ജാഗരൂകമായ ശ്രദ്ധയായിരിക്കണം. ആ ജാഗരൂകമായ ശ്രദ്ധയില്ലെങ്കിൽ അരുൾ സ്വരൂപത്തിൽ നിന്നും സാധകൻ വീണ്ടും ജന്മവാസനകളിലേക്ക്, അതായത് ജീവബോധപ്പറ്റിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഏതുപോലെയാണ് കോഴി പാറപ്പുറത്ത് കിട്ടുന്ന ആ ആഹാരം പോലും കാലുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് സാധകൻ്റെ അവസ്ഥ. അയാളിൽ അരുൾബോധം കിട്ടിക്കഴിഞ്ഞാലും ഈ ജീവബോധം കുറച്ചൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം പറയണം, അന്ധൻ കേൾ പക കൊണ്ടിടുന്ന ഒളിയിൽ കൈവിട്ടിടാദണ്ടതിൻ ബന്ധം കാഴ്ചയിലും. അതായത് ഒരു കുരുടന് കാഴ്ച കിട്ടിയെന്നിരിക്കട്ടെ, കുരുടനായിരിക്കുമ്പോൾ അയാൾ എന്താ ചെയ്യുക? കയ്യിലൊരു വടി കൊണ്ട് നടക്കും. എപ്പോഴും സ്ഥലം അറിയാൻ വേണ്ടിയൊക്കെ കയ്യിലൊരു വടിയുമായിട്ടാണ് കുരുടൻ എപ്പോഴും നടക്കുക. ആ കുരുടന് ഈശ്വരാനുഗ്രഹത്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സയാലോ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്നിരിക്കട്ടെ. കാഴ്ച തിരിച്ചു കിട്ടിയാലും അയാൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഈ വടി കൊണ്ട് നടക്കും. അത് അയാൾ നേരത്തെയുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് കാഴ്ച കിട്ടിയാലും അയാൾ കുറേ നാളത്തേക്കെങ്കിലും വടിയുമായിട്ട് നടക്കും. ഇല്ലെങ്കിൽ വടിയില്ലെങ്കിൽ അയാൾക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് സാധകൻ അരുൾ സ്വരൂപത്തിൽ എത്തിച്ചേർന്നാലും ഈ പഴയ വാസനകൾ അയാളെ കുറേയൊക്കെ പിന്തുടരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എപ്പോഴും ജാഗ്രതായിട്ട് സാധകൻ കഴിയണം. ഇല്ല എങ്കിൽ ഈ അരുൾബോധത്തിൽ നിന്ന് സാധകൻ വീണ്ടും ജീവബോധപ്പറ്റിലേക്ക് താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പതനത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. കാരണം വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ സാധകൻ വീണു പോകും. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ ആത്മീയ മാർഗം എന്നുള്ളത് ഒരു അസിധാര വ്രതമാണെന്ന് പറയുന്നതാണ്. അതായത് വാതലപ്പിലൂടെയുള്ള യാത്രയാണ്. അത് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാം. അപ്പോൾ അതേപോലെ ഡെമോക്രസിൻ്റെ വാള് പോലെയാണ് അവസ്ഥ. അത് സൂക്ഷിച്ചില്ല എങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ, ജാഗരൂകമായിട്ട് ഇരുന്നില്ല എങ്കിൽ അരുൾബോധം കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ജീവബോധത്തിലേക്ക് താണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നൊരു സാധകനെന്ന് കണ്ണുടയ വള്ളലാർ നമ്മളോട് ഉപദേശിക്കുകയാണ്. അത് മായയുടെ ശക്തി അത്രയ്ക്ക് കഠിനമാണ്. നാം വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല മായ. മായയുടെ വേരറുത്താലും നാരായ വേരറുത്താലും വീണ്ടും ആ മായ നമ്മെ ഭ്രാന്തിയിലേക്ക്, ജീവഭ്രാന്തിയിലേക്ക് തള്ളി വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നാണ് കണ്ണുടയ വള്ളലാർ സാധകനോട് പറയുന്നത്. അരുൾബോധം കിട്ടിയെന്ന് വെച്ച് ആ
സാധകൻ ശ്രദ്ധ കൈവെടിയരുത്, അല്ലെങ്കിൽ ജാഗരൂകത കൈവെടിയരുത്. എപ്പോഴും ജാഗരൂകമായിരുന്നില്ലെങ്കിൽ ഈ മായ വീണ്ടും വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. മായയുടെ വേര് അത്രയ്ക്ക് കരുത്തുള്ളതാണ്. ജന്മവാസനകൾ അത്രയ്ക്ക് നമ്മെ വീണ്ടും ജീവബോധപ്പറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ ജാഗരൂകതയോടെ വേണം സാധകൻ കഴിയാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മായ എന്നത് ഒരു തരം ഭ്രാന്തിയാണ്. അവിദ്യ മൂലമാണ് ആ ഭ്രാന്തി ഉണ്ടാവുന്നത്. ഭ്രാന്തി എന്നാൽ തെറ്റായ തോന്നലാണ്. ആ തോന്നൽ താൽക്കാലികമാണ് താനും. അതുകൊണ്ടാണ് മായയുടെ നിർവചനം മായ എന്നായത്. യാതൊന്നുമില്ലാത്തതോ അത് തന്നെ മായ എന്നാണ് അതിനർത്ഥം. തൽസ്വരൂപം അജ്ഞാനം. അതിൻ്റെ സ്വരൂപം എന്താ? അജ്ഞാനമാണ്. ഏതൊന്ന് അജ്ഞാനദശയിൽ ഉണ്ടെന്ന് തോന്നുകയും ആത്മജ്ഞാനത്തോടെ ഇല്ലെന്ന് അനുഭവമാകുകയും ചെയ്യുന്നുവോ അതാണ് മായ. ഇത് തന്നെയാണ് ജ്ഞാനവാസിഷ്ടത്തിൽ പറയുന്ന കാര്യം. സ്ഥൂല സൂക്ഷ്മഭേദ ചിന്ത പോലും ഭ്രാന്തിയായിട്ടാണ് അജ്ഞാനികൾ കണക്കാക്കുന്നത്. സ്ഥൂലമായ ക്ഷരപുരുഷനും, അതായത് പ്രകൃതി, സൂക്ഷ്മമായ അക്ഷരപുരുഷനും, അതായത് ജീവൻ, രണ്ടും പുരുഷോത്തമനായ പരമാത്മാവിൻ്റെ വിഭൂതികളാണെന്ന പരമതത്വം മനുഷ്യൻ നല്ലപോലെ ഗ്രഹിക്കേണ്ടതാണ്. ഈ ജഗത്തിലുള്ളതെല്ലാം പരമാത്മപ്രകാശങ്ങളാണെന്നും വ്യത്യാസം പ്രകാശത്തിലുള്ള വകഭേദം മാത്രമാണെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സത്യദൃശികളായ ഋഷിമാർ ആത്മൈവേദം സർവം ബ്രഹ്മൈവേദം സർവം ഈശാവാസ്യമിതം സർവം വാസുദേവ സർവമിതി എന്ന് ഉദ്ഘോഷിച്ചത്. ഇത് ശങ്കരാചാര്യരും ആത്മബോധത്തിൽ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വാച്യാർത്ഥം മാത്രം നോക്കാം. ജ്ഞാനചക്ഷുസുള്ളവൻ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ സദാ സർവത്ര ഉള്ളതായി കാണുന്നു. അജ്ഞാനം കൊണ്ട് വീക്ഷണം മറഞ്ഞിരിക്കുന്നവന് അത് കാണുവാൻ കഴിയില്ല. അന്ധനായുള്ളവന് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലും കാണാൻ കഴിയില്ല. ഹരിനാമകീർത്തനത്തിലെ തുഞ്ചത്താചാര്യർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. യാതൊന്ന് കാൺമത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പത് നാരായണ ശ്രുതി, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നു തോർക്ക ഹരിനാരായണായ നമ. സ്ഥൂലഭ്രാന്തി തന്നെ അനേക തരത്തിലുണ്ട്. ബാഹ്യശരീരത്തിന്മേലുള്ള മമതയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി ആശാപാശങ്ങളുമാണ് ലൗകിക ജീവിതമെന്ന സ്ഥൂലഭ്രാന്തി. ജനനം മുതൽ മരണം വരെ മനുഷ്യൻ ഈ ഭ്രാന്തി വലയത്തിൽ കുടുങ്ങി നരകിക്കുന്നു. താൻ ശരീരമാണെന്ന അജ്ഞതയാണ് ഈ നിത്യദുഃഖത്തിന് കാരണം. ദുഃഖനിവൃത്തിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണത്? ആത്മവിചാരത്തിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ മായാഭ്രാന്തി നീങ്ങും. ഇത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടത് എന്ന് പറയുന്നത് പോലും ഭ്രാന്തിയായിട്ടാണ് ആത്മജ്ഞാനികൾ കണക്കാക്കുന്നത്. എല്ലാം പരമാത്മ ചൈതന്യമാണെന്നും അദ്വൈത ബോധത്തിൽ ഇത് അത് എന്ന വ്യത്യാസം പോലുമില്ല എന്നും ഈ സത്യം ഓർത്താണ് ഋഷിമാർ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദ ഉച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണ ഏവ ശിഷ്യതേ. പ്രണവരൂപമായ ആ പരബ്രഹ്മം സർവവിധത്തിലും പൂർണ്ണമാകുന്നു. പൂർണ്ണമായ അതിൽ നിന്നാണ് ഈ പൂർണ്ണം അഭിവ്യക്തമായുള്ളത്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. മനസ്സാണ് മായാഭ്രാന്തിക്ക് പ്രധാന കാരണം. അതുകൊണ്ടാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് മനസ്സിനെ
അതിൻ്റെ മൂലത്തിൽ ലയിപ്പിക്കാൻ ആചാര്യന്മാർ പറയുന്നത്. ഇത് ആത്മവിചാരത്തിലൂടെ കഴിയും. മനോനാശത്തോടെ മായാഭാവം നീങ്ങി ആത്മജ്യോതിസിൻ്റെ ദർശനം അനുഭവമാകുന്നു. മനസ്സ് അടങ്ങാഞ്ഞാൽ മായാഭ്രാന്തി നിലനിൽക്കും. മനസ്സിൻ്റെ അടക്കത്താൽ മായ ഒടുങ്ങുകയും ചെയ്യും. മാണ്ഡുക്യകാരിയിൽ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, ചരാചര രൂപത്തിൽ കാണുന്ന ഈ ദ്വൈത പ്രപഞ്ചം മുഴുവൻ മനസ്സിൻ്റെ സൃഷ്ടിയാണ്, മനസ്സ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ മനസ്സല്ലാതായിത്തീരുമ്പോൾ ദ്വൈതം അനുഭവപ്പെടുന്നില്ല, അദ്വൈതത്തിലേക്ക് എത്തിച്ചേരും. ആത്മസത്യത്തെ പറ്റിയുള്ള ദൃഢമായ ബോധം കൊണ്ട് സങ്കല്പ വികല്പങ്ങൾ നിശേഷമില്ലാതായിത്തീരുമ്പോൾ മനസ്സില്ലാതായിത്തീരും. വിഷയമില്ലാതിരിക്കുമ്പോൾ വികല്പവും ഉണ്ടാകുന്നില്ല. ഇതാണ് മാണ്ഡൂക്യകാരികയിൽ ഉപനിഷത്ത് ആചാര്യൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ജന്മവാസനകൾ അരുൾ ബോധത്തിന് ശേഷവും സാധനത്തിനെ പിന്തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എപ്പോഴും ജാഗരൂകനായിരിക്കണം. ഈ വാസനകൾ, ഈ മായ സാധകനെ വീണ്ടും ജീവബോധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ള അത്ര ശക്തമാണ് ഈ മായ. അതുകൊണ്ട് ഈ മായാഭ്രാന്തിയെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുകയും ജാഗരൂകനായിരിക്കുകയും ചെയ്യണം. അരുൾ ബോധം കിട്ടിക്കഴിഞ്ഞാലും അതാണ് ഇവിടെ കണ്ണുടയ വള്ളല പറയുന്നത്. അരുൾ സ്വരൂപത്തിൽ സാധകൻ എത്തിച്ചേർന്നാലും ഈ ജാഗ്രത കൈവിടരുത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാന്യ ബോധത. ഈ വെൺപായ്ക്ക് സാധു ഗോപാലസ്വാമികൾ അതിഗംഭീരമായൊരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. നമുക്കതുകൂടി ഒന്ന് കാണാം. പഴക്കം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന വാസനയെ ഇല്ലാതാക്കാൻ വളരെ വളരെ വിഷമമാണ്. അത് കൊടിയത് തന്നെ. കല്ലിൽ തീറ്റയിട്ട് കൊടുത്താലും അതിനെ ചികഞ്ഞ ശേഷം തിന്നുന്ന കോഴിയെപ്പോലെ സകല ദുഃഖത്തിനും കാരണം ജഡമാണെന്നറിയുമ്പോഴാണ് സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നത്. അവിടെയും സാക്ഷാത്കാരത്തിനുള്ള വൃത്തികളെയും വാസന മൂലം നാം ചിരണ്ടിക്കൊണ്ടേയിരിക്കും. കണ്ണിൽ സുഖക്കേടായപ്പോൾ ഉപയോഗിച്ച വടി സുഖക്കേട് തീർന്നാലും ഉപയോഗിക്കുന്നത് പോലെ. അപ്പോൾ ജന്മവാസനകൾ ഒരു സാധകനെ പലപ്പോഴും അരുൾബോധത്തിൽ നിന്നും വീണ്ടും ജീവബോധത്തിലേക്ക് താഴ്ത്തിക്കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധകനും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ സാധു ഗോപാലസ്വാമികളും ഈ വ്യാഖ്യാനം നിർവഹിച്ചുകൊണ്ട് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഓം ശിവായ നമഃ.